പർവ്വതങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ വാക്കുകൾക്ക് എത്തിപ്പിടിക്കാനാവാത്ത നിശബ്ദതയുടെ രഹസ്യങ്ങൾ. നഗരത്തിൻ്റെ ബഹളത്തിൽ നിന്നും ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറി ഞങ്ങളിന്ന് നടന്നു തുടങ്ങുന്നത് ആ നിശബ്ദതയിലേക്കാണ്. ഹിമാലയത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു തീർത്ഥാടനം പോലെ. ഗുഡ് മോർണിംഗ് ഫ്രം ലോഹാജംഗ്. സമയം രാവിലെ 6 മണി. ടെമ്പറേച്ചർ ഇസ് അറൌണ്ട് 5 degrees Celsius. ഇന്ന് നമ്മുടെ ഡേ 1 ഓഫ് ബ്രഹ്മതാൽ ട്രെക്ക് ബിഗിൻസ്. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ബേക്കൽ താൽ അറ്റ് an altitude of 9,600 feet. ലോഹാജംഗ് ഏകദേശം 2,300 മീറ്റർ എബവ് ദ സീ ലെവലാണ്. ഞങ്ങൾക്ക് ഇന്ന് എത്തേണ്ട ബേക്കൽ താൾ ഈസ് അറൌണ്ട് 3,000 meters. സോ ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത് റഫ്ലി 700 meters ആണ്. ആൻഡ് എ ഡിസ്റ്റൻസ് ഓഫ് അറൌണ്ട് 5 to 6 kilometers. ഒരു വിൻ്റർ ട്രെക്ക്, അതും ഹിമാലയൻ റീജിയനിൽ. ഇറ്റ്സ് നോട്ട് ഈസി എന്നറിയാം. എക്സൈറ്റഡ് ആണ്, അറ്റ് ദ സെയിം ടൈം നെർവസ് ഓൾസോ. സോ ഇതാണ് പുറത്തുള്ളത് ലെയർ 1, ലെയർ 2, ലെയർ 3. എന്തൊക്കെ ഇത് മതി. സോ വി ആർ ഗോയിങ് ടു വാക്ക്, സ്റ്റാർട്ട് ദ ട്രെക്ക്. ഹലോ. നമ്മുടെ മീനുകുട്ടിയുടെ പോലെ ഒരു ബ്ലാക്കി ഒളിപ്പിച്ചെടുത്ത സുന്ദര കുട്ടപ്പനാവും. ഓൾറെഡി ഈസ് ഗോർജിയസ്. ഈ മ്യൂളിൻ്റെ കയ്യിൽ നമ്മുടെ 2 ബാഗ് കൊടുത്തു വിടും. इसका नाम क्या है? इसका नाम है शीला. ഷീല. ട്രെക്ക് നോമാഡ്സിൻ്റെ പാക്കേജ് അനുസരിച്ച് നമ്മുടെ ബിഗർ ബാക്ക് പാക്ക് മ്യൂളിൻ്റെ പുറത്ത് കയറ്റി വിടും. നമുക്ക് വഴിയിൽ ആവശ്യത്തിന് വേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങളുള്ള ഒരു കൊച്ചു ബാക്ക് പാക്കാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞാൻ ബൊമ്മു എന്ന ഓമന പേരിൽ വിളിക്കുന്ന ഈ നായക്കുട്ടിൻ്റെ പേര് ഇസ് ഷേരു. മനോഹരമായ ലോഹാജംഗിനോട് വിട പറഞ്ഞ് ഞങ്ങളിന്ന് ബ്രഹ്മതാൽ ട്രെക്കിൻ്റെ 1ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ട്രെക്ക് നോമാഡ്സ് എന്ന പേരിലുള്ള ഒരു ട്രെക്കിംഗ് കമ്പനിയുടെ പാക്കേജാണ് ഞങ്ങൾ എടുത്തത്. ഇതൊരു 4 ദിവസത്തെ ട്രെക്കിംഗ് പ്രോഗ്രാമാണ്. അതിൽ 3 ദിവസം വി ഹാവ് ടു സ്റ്റേ ഇൻ ടെൻസ് ഔട്ട് ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് ദ മൗണ്ടൻസ്. നമ്മുടെ ആരോഗ്യവും താല്പര്യവും അനുസരിച്ച് നമുക്ക് ഈ ട്രെക്കിംഗ് പ്ലാന് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. ഈ യാത്ര മുഴുവൻ ഷേരു നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്നൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾ കയറിയിട്ടൊരു 5-10 minutes പോലും ആയിട്ടില്ല. അടപ്പിളകി. ആൻഡ് ഐ വോണ്ട് ടു ഷോ യു സംബഡി ഹിയർ, അവർ മിസ്റ്റർ ബൊമോ. ഹി ഈസ് വാക്കിംഗ് വിത്ത് us. അപ്പോൾ ബ്രഹ്മതാൽ ട്രെക്ക് ഡേ 1 ഈസി ടു മോഡറേറ്റ് എന്ന് അവരുടെ പരസ്യത്തിലുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി, നൈദർ ഇറ്റ്സ് മോഡറേറ്റ്. എനിക്ക് അറിയില്ല ഹൗ ഫാർ വി വിൽ മേക്ക് ഇറ്റ്. ബട്ട് അവർ നമ്മുടെ ലഗേജ് കൊണ്ടുപോവാം. ഒരു മ്യൂൾ, ദ ക്ലിയർ ബ്ലൂ സ്കൈ, അവിടെ സ്നോ ക്യാപ്ഡ് ഒരു പീക്കുണ്ട്. നമ്മുടെ യാത്രയിൽ ആദ്യം വി കം അക്രോസ് ദീസ് റോഡോഡെൻഡ്രോൺ ട്രീസ് ആൻഡ് ഓൾസോ റോയൽ ഓക്ക് ട്രീസ്. ഈ മരത്തിൻ്റെ പൂക്കൾക്കും ഇലകൾക്കും ഈവൻ സ്റ്റെമ്മിന് പോലും മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന് പറയുന്നു. ഈ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസ് നമുക്ക് ഇവിടുത്തെ കൊച്ചു ചായക്കടകളിൽ വാങ്ങാൻ കിട്ടും. സ്പ്രിംഗ് സീസണിലാണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ കാട് മുഴുവൻ ചുവന്ന പൂക്കളായിരിക്കും എന്നാണ് പറയുന്നത്.
ഞാൻ ഇരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബോഡി കൂൾ ഡൗൺ ആവും, പിന്നെ നടക്കാൻ പിന്നെയും പാടാവും. സോ ഡോണ്ട് സിറ്റ്, യു സ്റ്റാൻഡ്, ടേക്ക് ഡീപ് ബ്രെത്ത്. ദാറ്റ്സ് വാട്ട് ഹീ ഈസ് സെയിങ്. സോ ഐ എം ടേക്കിംഗ് എ ഷോർട്ട് ബ്രേക്ക്. ബൊമ്മൂനെയും കാണാനില്ല. സോ നമ്മൾ ഈ നടക്കണതിൻ്റെ റൈറ്റ് സൈഡിൽ, ദിസ് സൈഡിൽ ഈ കുന്നിൻ്റെ ബാക്കിലായിട്ട് ഹിമാലയൻ പർവ്വതനിരകൾ കാണാം. ഈ ഗ്രാമത്തിൻ്റെ പേരാണ് മണ്ടോലി. ഇന്നത്തെ ട്രെക്കിലെ ആദ്യത്തെ സ്റ്റോപ്പ് ഒരു കുഞ്ഞു ചായക്കട. नींबू पानी दे दो, चीनी कम मेरे लिए. അമ്മൂമ്മയ്ക്ക് എന്നോട് കുറേ കഥയൊക്കെ പറയാനുള്ള മൂഡാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇരിക്കാൻ നേരമില്ല. വി നീഡ് ടു വാക്ക് ഫോർവേഡ്. Kailangan Mandolin. Camoli district homeland. Area dito. Turo ay kiri kahan dari hindi dito. Yang sedana niri dito. Kurtusin bisa ate hai. Wala na ako. Pitarana. Mera shipti ko. Hara hara mahadev zive. Wala shipti pate tipudun. ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 8 weeks ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. ബ്രിസ്ക് വാക്കിംഗ് ഓർ ജോഗിംഗ് ഓർ സൈക്ലിംഗ് അറ്റ്ലീസ്റ്റ് ഫോർ 30 to 45 minutes വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ഫോർ 6 days a week. ഇതുകൂടാതെ കുറച്ച് ഇൻക്ലൈൻ വാക്കിംഗ്, സ്റ്റെയർ ക്ലൈംബിംഗ് ആൻഡ് സം സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി വർക്കൗട്ട്, ക്വാഡ്സ്, ലഞ്ചസ് ആൻഡ് സം കോർ വർക്കൗട്ട്സ്. ഞാൻ ഈ പറഞ്ഞ വർക്കൗട്ട് റുട്ടീൻ കുറേയൊക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ട്രെക്കിനായിട്ട് ഫിസിക്കലി ആൻഡ് മെൻ്റലി പ്രിപ്പയർ ചെയ്തത്. ബട്ട് ദ റിയൽ ട്രെക്ക് ഈസ് സംതിങ് എൽസ്. നമ്മൾ എത്ര ഫിസിക്കലി ട്രെയിൻ ചെയ്താലും ഫീലിംഗ് ബ്രെത്ത്ലെസ് വൈൽ ക്ലൈംബിംഗ് ഹിയർ ഈസ് കംപ്ലീറ്റ്ലി നോർമൽ. കാരണം അബൌട്ട് 2500 meters the pressure in the atmosphere drops. That means there is less oxygen in the air. And what you feel the most is the breathlessness. നമുക്ക് അനുഭവപ്പെടുന്ന ഈ ബ്രെത്ത്ലെസ്നെസ് ഇസ് എ പാർട്ട് ഓഫ് ദിസ് അക്യൂട്ട് മൗണ്ടൻ സിക്നസ്. ഒരു 7,000 to 8,000 feet മുകളിലെത്തുമ്പോൾ ഓക്സിജൻ്റെ കുറവ് കാരണം ഉണ്ടാവുന്നൊരു പ്രശ്നമാണിത്. ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെക്കിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ 1-2 ടാബ്ലറ്റ്സ് നമുക്ക് തന്നിരുന്നു. ഫസ്റ്റ് ഡേ നമ്മളത് കഴിച്ചില്ല, അതിൻ്റെ വിവരവും അറിഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ഡേ വി ടുക്ക് ഇറ്റ് ടു മാനേജ് ദ സിംറ്റംസ് ഓഫ് അക്യൂട്ട് മൗണ്ടൻ സിക്നസ്. കുത്തനെയുള്ള കയറ്റം കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വേർക്കാൻ തുടങ്ങി. ആൻഡ് വി സ്റ്റാർട്ടഡ് റിമൂവിങ് ദ ഫസ്റ്റ് ഫ്യൂ ലെയേഴ്സ് ഓഫ് അവർ വാം ക്ലോത്ത്സ്. പിന്നെയും ഒരു കൊച്ചു ബ്രേക്ക്. ഇവിടെ ചായ, കാപ്പി, ഓംലെറ്റ്, നൂഡിൽസ്, ബിസ്ക്കറ്റ് എല്ലാം കിട്ടും. ഈ പോകുന്ന വഴിയിൽ ഇതുപോലത്തെ 2-3 ചെറിയ വൃത്തിയുള്ള കടകൾ കണ്ടു. ഇന്നത്തെ നമ്മുടെ ട്രെക്കിംഗ് റൂട്ടിലെ ഓൾമോസ്റ്റ് 75% ഈസ് കണ്ടിന്യൂസ് എസെൻറ്റ്. മിക്കവാറും നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും 1 അടി 1.5 അടി ഉയരത്തിലാണ്. ഈ റൂട്ടിൽ നിരപ്പായ സ്ഥലം കിട്ടുന്നത് വളരെ കുറച്ചാണ്. കുറച്ചേരം ഇരുന്നിട്ട് പോവാം. ഇടയിൽ കുറച്ചു നേരം ഷേരുവിനെ കാണാണ്ടായി. ഐ തോട്ട് ഹി മൈറ്റ് ഹാവ് ഗോൺ ബാക്ക് ടു ദ ബേസ് ക്യാമ്പ്. പക്ഷെ ഇതാ പെട്ടെന്ന് പിന്നെയും ഷേരു ഹാസ് റീഅപ്പിയർഡ്.
magical like the mountains. ട്രെക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ദ റൈറ്റ് ട്രെക്കിംഗ് ഷൂസ് ആൻഡ് 2 വാക്കിംഗ് പോൾസ്. നടക്കുമ്പോൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോൾസ് കൊണ്ടുള്ള ഹെൽപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ത്രൂ ഔട്ട് ദ ജേർണി ദാറ്റ് വാസ് അവർ ലൈഫ് സേവർ. അതുപോലെ തന്നെ വെള്ളത്തിലും മഞ്ഞിലും ചെളിയിലും പാറയുടെ മുകളിലുമൊക്കെ ഒരുപോലെ ഗ്രിപ്പോടുകൂടി നടക്കാനായിട്ട് നല്ല ട്രെക്കിംഗ് ഷൂവും വേണം. ഇന്നത്തെ ട്രെയിനിലെ ആദ്യത്തെ വ്യൂ പോയിന്റ് ആണിത്, വേഗം. യു ഗെറ്റ് ടു സീ മാജിക്കൽ മെഡോസ് ഫ്രം എ ഡിസ്റ്റൻസ്. ഇനി അങ്ങോട്ടുള്ള വഴിയിൽ നമുക്ക് മൗണ്ട് തൃശ്ശൂൽ ദൂരെ നിന്ന് കാണാൻ സാധിക്കും. നമ്മൾ നടക്കുന്ന വഴിയിൽ ഇതുപോലെ കുറച്ച് നാച്ചുറൽ സ്ട്രീംസ് കാണാൻ പറ്റും. മറ്റ് ട്രെക്കേഴ്സിൻ്റെ പോലെ ഞങ്ങളും ഇവിടെ നിർത്തി നമ്മുടെ ബോട്ടിലിൽ വെള്ളം നിറച്ചു. നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റീസ് ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ഹിമാലയൻ ഗ്ലേഷ്യേഴ്സിൽ നിന്നുള്ള വെള്ളം വാങ്ങുന്നില്ലേ, അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ സ്ട്രീമിൽ ബോട്ടിൽ നിറയ്ക്കാൻ കിട്ടിയത്. ഹിമാലയൻ വാട്ടർ സ്ട്രെയിറ്റ് ഫ്രം ദ മൗണ്ടൻ പീക്സ്. Hi, बोल दो सब लोग. Hello. You are from पुणे. From Mumbai. Mumbai. जोधपुर. छत्रपति संभाजीनगर. अरे वाह. पुणे महाराष्ट्र. पुणे छत्तीसगढ़. पुणे. Yeah, we are from Kerala. Yeah. Last year we went to ശബരിമല. हम लोग भी जाते हैं. I think ഇനി ഒരു 1.5 മണിക്കൂറിൽ we will reach the base camp. ബട്ട് ഈ കയറ്റം കൂടെ അവസാനിക്കണില്ല. ഒരു 1.5 കയറ്റം. This is not for छोटा मोटा ट्रेकर्स. ഞങ്ങളുടെ ഗൈഡ് ലോകേഷ് ഹാഡ് ലോട്ട്സ് ഓഫ് പേഷ്യൻസ്. നമ്മളെല്ലായിടത്തും ഇങ്ങനെ നിൽക്കുമ്പം ഹി വിൽ വെയിറ്റ് ഫോർ us വിത്ത് എ സ്മൈൽ. പുള്ളി കൂളായിട്ട് നമ്മുടെ ഒപ്പം കയറും, കുറച്ച് മുന്നിലേക്ക് പോവും, അവിടെ കാത്തു നിൽക്കും. ഞങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരും. പിന്നെ കുറച്ച് നേരം അടുത്ത് നിന്നിട്ട് ചലോ അപ്പ് ചലത്തെ എന്ന് ഭയങ്കര സ്വീറ്റായിട്ട് പറയും. ദെൻ അഗെയിൻ ഹി വിൽ ക്ലൈംബ് വിത്ത് us. വീഡിയോയിൽ കാണുമ്പോഴുള്ള രസമല്ല ശരിക്കും നടക്കുമ്പോൾ. എത്രയും വേഗം ക്യാമ്പ് സൈറ്റ് എത്തി നമ്മുടെ നടു ഒന്ന് നിർത്തണമെന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ചിന്ത. थोड़ा सनलाइट आ गया अब फाइनली. കാട് പിന്നിട്ട് മുന്നോട്ട് നടക്കുന്തോറും പ്രകൃതിയുടെ നിറം മാറിത്തുടങ്ങി. പച്ചപ്പിൽ നിന്നും മഞ്ഞിൻ്റെ വെളുത്ത ലോകത്തിലേക്ക്.
സ്നോ കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ആവേശത്തോടെയാണ് മുന്നോട്ട് നടക്കുന്നത്. പക്ഷേ വാക്കിംഗ് ത്രൂ സ്നോ ഈസ് ലിറ്റിൽ ട്രിക്കി. അത് നടന്നു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഗംഭീര ക്ഷീണം ഉണ്ടെങ്കിലും വി വർ ഓൾ എക്സൈറ്റഡ് സീയിങ് ദ വൈറ്റ് കവേർഡ് ട്രെയിൽ. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ദ ഡ്രീം ഹാസ് ഫൈനലി കം ട്രൂ. വഴിയിലും മരച്ചില്ലയിലും എല്ലായിടത്തും വെളുത്ത മഞ്ഞുപാളികൾ. ഇനി അങ്ങോട്ടുള്ള നടത്തത്തിലാണ് നമ്മുടെ പോൾസിൻ്റെയും ട്രെക്കിംഗ് ഷൂസിൻ്റെയും വില മനസ്സിലായത്. നമ്മുടെ യാത്ര ഇനിയും അവസാനിച്ചിട്ടില്ല. ക്യാമ്പ് എത്താൻ ഇനിയും കുറച്ചും കൂടെ നടക്കാനുണ്ട്. മുകളിലേക്ക് പോകുന്തോറും എനിക്ക് ഏറ്റവും കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്തത് ഫിംഗേഴ്സിനാണ്. ദ ഫിംഗേഴ്സ് വർ റിയലി ഫ്രീസിങ്. ഈ ക്യാമറ പിടിക്കാനും അതിൻ്റെ ബട്ടൺസ് ഓപ്പറേറ്റ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് ഗ്ലൗസ് അഴിക്കുകയും ഇടുകയും ചെയ്യുമ്പോഴൊക്കെ ഇറ്റ് വാസ് റിയലി ഫ്രീസിങ്. നമ്മുടെ ട്രെയിലിൻ്റെ ഹൈറ്റ് കൂടുന്തോറും വി വർ എക്സ്പീരിയൻസിങ് ദ സിംറ്റംസ് ഓഫ് അക്യൂട്ട് മൗണ്ടൻ സിക്നസ്. നമ്മുടെ ഗൈഡ് പറഞ്ഞതനുസരിച്ച് 3 golden rules to follow. Ascend slowly, stay hydrated, and maintain a steady pace. എനിക്ക് മെയിനായിട്ടും എക്സ്പീരിയൻസ് ചെയ്തത് ബ്രെത്ത്ലെസ്നെസ് ആൻഡ് സം ടൈറ്റ്നസ് ഇൻ ദ ചെസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ എത്രയൊക്കെ വർക്കൗട്ട് ചെയ്താലും ഫിറ്റ്നസ് ശ്രദ്ധിച്ചാലും ഇവിടെ വന്ന് ട്രെക്ക് ചെയ്യുമ്പോൾ ദ എക്സ്പീരിയൻസ് ഇസ് റിയലി ഡിഫറെൻറ്റ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ. നത്തിങ് പ്രിപ്പയർസ് യു ഫോർ ദാറ്റ്. നമ്മുടെ ട്രെയിലിൻ്റെ ഹൈറ്റ് കൂടുന്തോറും തണുപ്പും കൂടിക്കൂടി വരിക. ഫൈനലി വി ആർ അബൌട്ട് ടു റീച്ച് അവർ ടുഡേയ്സ് ഡെസ്റ്റിനേഷൻ, ദ ബേക്കൽതാൾ ക്യാമ്പ് സൈറ്റ്. ദൂരെ ദൂരെ നമ്മുടെ ക്യാമ്പ് സൈറ്റ് കണ്ടപ്പോൾ ഉണ്ടായ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രാവിലെ 9 മണിക്ക് നടന്നു തുടങ്ങിയതാണ്. ഏകദേശം 3 മണിയായി ഇവിടെ എത്തിയപ്പോൾ. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട നടത്തത്തിൻ്റെ ഒടുവിൽ നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലെത്തി. ബേക്കൽതാൾ, സറൗണ്ടഡ് ബൈ ഡെൻസ് ഫോറസ്റ്റ് ഓഫ് ഓക്ക് ആൻഡ് റോഡോഡെൻഡ്രോൺ ട്രീസ്. നമ്മുടെ പോലെ തന്നെ വേറെയും കുറച്ച് ട്രെക്കേഴ്സ് ഇന്നിവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കച്ചി. എനിക്ക് പൊതച്ച് മൂടി കിടന്ന് ഉറങ്ങണം. ട്രക്കിംഗ് ഒന്നും വേണ്ട, നല്ല കിടക്കയിൽ കിടന്ന് ഉറങ്ങണം. മതിയായിരുന്നു ഇന്നത്തോടെ. ട്രെക്ക് നോമാഡ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള കുക്ക് ചൂട് ഭക്ഷണമായിട്ട് നമ്മളെ കാത്തിരിക്കുകയാണ്. ദാൽ, റൊട്ടി, റൈസ്, സബ്ജി എല്ലാം ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പരിപ്പ് കറിക്ക് ഇത്ര രുചിയുണ്ടെന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. आपको ठंडी नहीं लग रही?
ठंड का मजा ले रहे हैं। मुंबई में कभी ठंड मिलती नहीं। I know. ചൂടുവെള്ളമാണ് ഇവിടെ എനിക്ക് ലൈഫ് സേവറായിട്ട് തോന്നിയത്. നമ്മുടെ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കാൻ പോവാണ്. ഈ കുഞ്ഞു ടെൻറ്റിനുള്ളിൽ ഒരു സ്ലീപ്പിംഗ് ബാഗിനകത്ത് നമുക്കിനി ഉറങ്ങണം. രാത്രി ഉറങ്ങാൻ പറ്റുമോയെന്നറിയില്ല ഈ തണുപ്പിൽ. വീഡിയോ എടുക്കാൻ വിട്ടുപോയി, പക്ഷെ നമ്മുടെ ഷേരും ഉണ്ട് കൂടെ. ഹി വാസ് ഗാർഡിങ് അസ് ദ ഹോൾ നൈറ്റ്. രാത്രിയിൽ പലതവണ ഗംഭീര കൊരയും ബഹളവുമായിരുന്നു ഷേരുവിൻ്റെ വക. ആ കഥ ഞാൻ പിന്നെ പറയാം. പക്ഷെ ഇന്നത്തെ സർപ്രൈസ് അവസാനിച്ചിട്ടില്ല. കം ലെറ്റ് മീ ഷോ യു സംതിങ്. ഈ സർപ്രൈസ് എന്താണെന്ന് കാണാൻ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്നും കുറച്ച് ദൂരം നടക്കണം. കൂട്ടിനൊരു സ്നോഫോളും. ഇന്ന് നമുക്കായിട്ട് പ്രകൃതി കാത്തുവച്ചിട്ടുള്ള സർപ്രൈസ് ഇതാണ്. ബേക്കൽ താൾ തടാകം. അറ്റ് എ ഹൈറ്റ് ഓഫ് അറൌണ്ട് 3000 meters above the sea level. എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന പോലെയാണ് എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത്. ഹിമാലയത്തിൽ ബ്രഹ്മതാൾ തടാകത്തിൻ്റെ തീരത്തിരുന്നാണ് ഭഗവാൻ ബ്രഹ്മാവ് ധ്യാനിച്ചത് എന്ന് പറയുന്നു. തൻ്റെ ധ്യാനത്തെ ആരും തടസ്സപ്പെടുത്താതിരിക്കാനായിട്ട് അദ്ദേഹം ഒരു നാഗദേവതയെ ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. ആ നാഗദേവം കുടിയിരിക്കുന്ന സ്ഥലമാണ് ഈ ബേക്കൽ താൾ. ഈ തടാകത്തിന് ചുറ്റുമുള്ള നിശബ്ദത ഒരു പ്രാർത്ഥന പോലെയാണെന്നാണ് വിശ്വാസം. അതിനാൽ ട്രെക്കിംഗ് നടത്തുന്നവർ ഇവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തടാകത്തിൻ്റെ തീരത്ത് ഒച്ചത്തിൽ സംസാരിക്കാനോ ബഹളം വയ്ക്കാനോ പാടില്ല. ഈ വെള്ളത്തെ മലിനപ്പെടുത്താനും പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പ്രകൃതി കോപിക്കുമെന്നും സഞ്ചാരികൾ കാട്ടിൽ വഴിതെറ്റിപ്പോകുമെന്നും ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു. ബേക്കൽ താളിനെ സംരക്ഷിക്കുന്ന നാഗദേവതയുടെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. പച്ചപ്പ് ഉറങ്ങിക്കിടക്കുന്ന ഓക്കുകാടുകളുടെ നടുവിൽ തണുത്തുറഞ്ഞുള്ള ബേക്കൽ താൾ. സമയം ഇവിടെ നിശ്ചലമായതുപോലെ തോന്നും. സന്ധ്യ മയങ്ങുമ്പോൾ, ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയുമ്പോൾ ഈ മഞ്ഞിൻ്റെ മടിത്തട്ടിൽ നമ്മൾ തനിച്ചാവുകയാണ്. ഒരു പകലിൻ്റെ ആവേശം മുഴുവൻ ഈ തടാകത്തിൻ്റെ ആഴങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നു. വരാനിരിക്കുന്ന നാളെയുടെ വലിയ അത്ഭുതങ്ങൾക്കായി ഈ യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുന്നു.